ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ മെയിൻലി നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ ക്രിപ്റ്റോ ടാക്സിനെ കുറിച്ചിട്ട് കുറച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ വെസറെക്സിന്റെ വോട്ടിംഗ് കഴിഞ്ഞിരുന്നു. അപ്പം അതിന്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ്, ചെറിയൊരു പണി എന്നുള്ള രീതിയിൽ വീണ്ടും വരുന്നുണ്ട്. അത് എന്താവുമെന്ന് അറിയില്ല. അപ്പം ഈ രണ്ട് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്താണ്. ആദ്യത്തേത് ക്രിപ്റ്റോ ടാക്സിനെ കുറിച്ചാണ്. അപ്പം സ്വാഭാവികമായിട്ട് പാർലമെന്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, നമുക്കറിയാം ടാക്സ് കെട്ടാതെ ഒരുപാട് പേര് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ക്രിപ്റ്റോയിൽ ഇതുപോലെ ടാക്സ് കെട്ടാതെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം പാർലമെന്റിലെ റെസ്പോൺസ് വന്നത് ഏകദേശം 44,047 ഇമെയിൽസ് ടാക്സ് കെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ആയിട്ട് ഗവൺമെന്റ് അയച്ചു എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ 44,087 വന്നത് എന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ 44,087 മാത്രമാണോ, അതിലും കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യത. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഇതുപോലെ ടാക്സ് ഒക്കെ കറക്റ്റായിട്ട് ഫയൽ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫയൽ ചെയ്യുക. ഗവൺമെന്റിന്റെ ഓപ്പറേഷൻസ് ആണെങ്കിലും മറ്റുള്ള രീതിയിലാണെങ്കിലും കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുകയാണ്. അപ്പൊ നമ്മൾ ടാക്സ് വെട്ടിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ടാക്സ് നമ്മൾ കെട്ടേണ്ടി വരുള്ളൂ. ഇത് കെട്ടാതെ വെച്ചാൽ വലിയൊരു എമൗണ്ട് ആയിരിക്കും നമ്മൾ കെട്ടേണ്ടി വരിക. സോ വർഷം നമ്മൾ നല്ലൊരു CA ഒക്കെ കണ്ട് നല്ല രീതിയിൽ ടാക്സ് കെട്ടി തന്നെ നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഇന്ത്യയിൽ ഇരിക്കുന്നിടത്തോളം കാലം ടാക്സ് കെട്ടാൻ ബാധ്യസ്ഥനാണ്. നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു കൈൻഡ് ഓഫ് രാജ്യദ്രോഹം എന്നൊക്കെ വേണേൽ പറയാം. ആ രീതിയിലേക്ക് വേണേൽ ഇവർ കൺസിഡർ ചെയ്യാം. മണി ലോണ്ടറിംഗ് എന്നുള്ള രീതിയിലേക്ക് അവർ കൺസിഡർ ചെയ്യാൻ പറ്റും. കുഴൽപ്പണം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ മാക്സിമം ഇന്ത്യയിൽ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ടാക്സ് കെട്ടാൻ ബാധ്യസ്ഥനാണ്. പ്രോപ്പറായിട്ട് നല്ലൊരു CA വെച്ച് കണ്ട് ടാക്സ് എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അലവൻസ് മറ്റുള്ള സംഭവങ്ങൾ, ഈ ക്രിപ്റ്റോന്റെ ടാക്സ് നിങ്ങൾ പ്രത്യേകിച്ച് ഇല്ല നമുക്കറിയാം. എന്നാലും എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം കെട്ടാൻ പറ്റുക എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് ചെയ്യാൻ നോക്കുക. അപ്പം 44,087 പേര് എങ്ങനെയാണ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്യുന്ന സമയത്ത് 1% TDS കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് ടാക്സ് ട്രേഡ് 1% TDS കൊടുത്തിട്ട് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1% TDS കട്ടായി കഴിഞ്ഞാൽ ഈ ഒരു യൂസർ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്നതിൽ ക്രിപ്റ്റോ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് ഗവൺമെന്റിന് മനസ്സിലാവും. കാരണം TDS വെച്ച് ഗവൺമെന്റിന് ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ TDS കട്ട് ചെയ്തതിൽ നിന്നും 44,087 പേരുടെ ലൈക്ക് ITR ഫയലിങ്ങിനകത്ത് നോക്കുമ്പോൾ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ വന്നതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പ്രകാരം 1% TDS കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ യൂസേഴ്സും വെച്ച് നോക്കുമ്പോൾ ഏകദേശം 44,000 പരം യൂസേഴ്സ് കമ്മിയായിട്ടായിരിക്കും ഇൻകം കാണിച്ചിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ 1,00,000 പേര് TDS കിട്ടിയിരുന്നെങ്കിൽ 65,000 പേരെ മേ ബി ഈ പറഞ്ഞ ITR-നകത്ത് ടാക്സ് ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും മറ്റേ 44,000 പേരാണെന്നുള്ളതും അത് ഏതൊക്കെയാണ് ആരൊക്കെയാണെന്നുള്ളതും കണ്ടുപിടിച്ച് അവർ മെയിൽ അയക്കാനാണ് സാധ്യത. സോ അതാണ് ഒന്നാമത്തെ കേസ്. 2 വർഷമായിട്ട് എങ്ങനെ പറഞ്ഞാലും 2 വർഷം കൊണ്ട് ടാക്സ് കൊടുന്ന 2 വർഷം കൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് 705 കോടിയോളം രൂപയാണ് ടാക്സിൽ നിന്ന് മാത്രം എടുത്തേക്കണത്. ഇതിന് പുറമെ ഈ പറഞ്ഞ ഇൻകം ആയിട്ട്, ക്രിപ്റ്റോ ഇൻകം ആയിട്ട് കുറെ സെർച്ചും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നടത്തുമല്ലോ ഗവൺമെന്റ്, ED ഒക്കെ വെച്ച് സെർച്ചും മറ്റു സംഭവങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് ഏകദേശം 636 കോടിയോളം രൂപ ഈ പറഞ്ഞ ഇൻകം, ക്രിപ്റ്റോയിൽ നിന്ന് ഇൻകം ടാക്സ് കാണിക്കാത്ത, മീൻസ് ടാക്സ് ഉണ്ട് എന്ന് കാണിക്കുക അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള 636 കോടിയുടെ ഇൻകം കണ്ടുപിടിയെന്നും കൂടി ഗവൺമെന്റ് പറയുന്നുണ്ട്. സോ ഗവൺമെന്റ് ഇനിയും സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ടാക്സിന്റെ കാര്യങ്ങൾ. സോ ടാക്സ് കെട്ടാണ്ട് നിങ്ങൾക്ക് ഇരിക്കാന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പൊ നിങ്ങൾ ചെറിയ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 20,000 രൂപയാണ് ടാക്സ് കെട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് 4 ഇരട്ടിയോ 6 ഇരട്ടിയും വരെ ആവാനുള്ള സാധ്യതകളുണ്ട്. സോ മാക്സിമം അതിൽ നിന്നും മെല്ലെ മെല്ലെ വലിയ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നല്ലൊരു CA കണ്ട് ടാക്സ് കെട്ടാൻ നോക്കുക. അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ ഉള്ളത് വെസറെക്സിന്റെ ഒരു അപ്ഡേറ്റ് ആണ്. വെസറെക്സിന്റെ 2 അപ്ഡേറ്റ് ഉണ്ട്. ഒന്നാമത്തെ നമുക്കറിയാം വോട്ടിംഗ് കഴിയുമെന്ന് അറിയാം. വോട്ടിംഗ് കഴിഞ്ഞതിനകത്ത് ഇവര് നമ്മുടെ അഫിഡവിറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്, ഓപ്പറേഷണൽ ട്രാൻസ്ഫർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം സെറ്റൈ, സെൻസൂയി, സെൻമൈ എന്നൊക്കെ പറഞ്ഞ കമ്പനീസ് ഒക്കെ വന്നായിരുന്നു. അപ്പം സെറ്റൈ എന്നുള്ള കമ്പനിയും ബൈനാൻസും തമ്മിലൊരു ചെറിയ ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു എന്ന് അറിയാം. അപ്പം സെറ്റൈ എന്ത് ചെയ്തു, ഈ ഗവൺമെന്റ് എന്താ അപ്രൂവ് ചെയ്തെന്ന് വെച്ചാൽ സെറ്റൈയിൽ കിട്ടുന്ന ഇപ്പൊ ക്രിപ്റ്റോ ഇരിക്കുന്ന സംഭവങ്ങളെല്ലാം സെൻമൈ പറഞ്ഞ കമ്പനി, അത് ഇന്ത്യൻ വെസറെക്സ് സെൻമൈ എന്ന് പറഞ്ഞാണ് അറിയുന്നത്. സോ ആ കമ്പനിക്ക് കൊടുക്കാൻ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സെൻമൈക്ക് പവർ കൊടുത്തുകൊണ്ടാണ് എഗ്രിമെന്റ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, സെറ്റൈ എന്ന് പറഞ്ഞ കമ്പനി, സിംഗപ്പൂർ രജിസ്റ്റർ ആയിട്ടുള്ള സെറ്റൈ എന്നുള്ള കമ്പനിയിലെ ക്രിപ്റ്റോസ് എല്ലാം സെൻമൈ എന്ന് പറഞ്ഞ കമ്പനിക്ക് യൂസേഴ്സ്, നമ്മളെപ്പോലുള്ള യൂസേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയാണ് നമ്മൾ ഈ സംഭവത്തിലൂടെ ചെയ്തേക്കണത്. പക്ഷെ അവിടെ അവർ എഴുതിയേക്കണ OTA എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ഓപ്പറേഷൻ എഗ്രിമെന്റ് പറഞ്ഞൊരു സംഭവം ഉണ്ട്. സോ ഈ ഓപ്പറേഷൻ എഗ്രിമെന്റിനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കുമ്പോഴാണ് ഇവർ പറയുന്നത്. കാരണം സെറ്റൈ എന്ന് പറഞ്ഞ കമ്പനിയും ബൈനാൻസും തമ്മിലൊരു ചെറിയ അപ്പന ദോസ്തായിരുന്നു. അപ്പം ഇവർ അവരുടെ അഫിഡവിറ്റിനകത്തൊക്കെ പറയുന്നുണ്ട്, ഈ പറഞ്ഞ ബൈനാൻസും ഈ പറഞ്ഞ ഡിസ്പ്യൂട്ട് ഈ ഒരു, കാരണം ഈ ക്രിപ്റ്റോ എല്ലാ INR റുപ്പീസും മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻമൈ എന്ന് പറഞ്ഞ കമ്പനി ആയിരുന്നു. അത് ഇന്ത്യൻ വെസറെക്സ് ആയിരുന്നു, അല്ലെ സെറ്റൈ എന്ന് പറഞ്ഞ കമ്പനിയിലെ ഇന്ത്യൻ വെസറെക്സ് ആയിരുന്നു ഈ പറഞ്ഞ INR ഫണ്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ മാനേജ് ചെയ്തിരുന്നത്. ക്രിപ്റ്റോന്റെ ഫണ്ട് എല്ലാം സെറ്റൈയും ബൈനാൻസും കൂടിയുള്ള കണക്ഷൻ ആയിരുന്നു. ഇപ്പം സെറ്റൈയിലുള്ള ക്രിപ്റ്റോ സെൻമൈയിലേക്ക് കൊടുക്കാനാണ് ആ സെൻമൈക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പവർ കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ സെറ്റൈയുടെ മാത്രമല്ല ക്രിപ്റ്റോ, ബൈനാൻസും കൂടി അതിന് ഒരു കൈൻഡ് ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ കൊലാബറേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അവര് തമ്മിലുള്ള ഓൺഗോയിങ് ഡിസ്പ്യൂട്ട് കഴിഞ്ഞാൽ മാത്രമേ
ഈ പറഞ്ഞ സെറ്റയിൽ നിന്നും സെൻമയിലേക്ക് ക്രിപ്റ്റോ ട്രാൻസ്ഫർ ചെയ്യാനും അതിനുശേഷം യൂസേഴ്സിന് കിട്ടാനും സാധ്യതയുള്ളൂ. പക്ഷേ ഈ ഡിസ്പ്യൂട്ടിന് എന്താണ് സംഭവം എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ആർക്കും അറിയില്ല. വീഡിയോ ഒന്ന് ഡിസ്കണക്ട് ആയിണ്ടാവും, ഒരു കോൾ കയറി വന്നാണ്. അപ്പം നമ്മൾ പറഞ്ഞത് വെച്ചാൽ ഈ പറഞ്ഞ ഓൺ ഗോയിങ് ഡിസ്പ്യൂട്ട്, കാരണം സെൻമൈ എന്നുള്ള കമ്പനിക്ക് ക്രിപ്റ്റോന് ട്രാൻസാക്ഷനുള്ള പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ സെറ്റായി ബൈനാൻസ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട് സോൾവ് ആവണം. സോ അത് സോൾവ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് എത്ര നാൾ നീണ്ടു നിൽക്കുന്ന അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു അപ്ഡേറ്റ് കൂടി വന്നത്. ഡൽഹി ഹൈക്കോർട്ട് ഇപ്പം പുതിയൊരു ഡിസ്പ്യൂട്ടിനെ സംബന്ധിച്ചിട്ടുള്ള എഗ്രിമെന്റ്, എന്താണ് എഗ്രിമെന്റ് എന്ന്, എത്ര രൂപ കൊടുക്കാൻ, സ്വാഭാവികമായിട്ട് പൈസ റിലേറ്റഡ് ആയിട്ട് എന്തായാലും എഗ്രിമെന്റ് ഉണ്ടാവുക. സോ ഈ 15 ദിവസത്തിനുള്ളിൽ, ഇന്ന് വന്നേക്കുന്നത് 15 ദിവസത്തിനുള്ളിൽ വെസിറക്സും ഈ പറഞ്ഞ ബൈനാൻസും തമ്മിലുള്ള എന്ത് എഗ്രിമെന്റ് ആണെന്നുള്ളത് ആ എഗ്രിമെന്റ് കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ആരാണെങ്കിലും ഇതിന് പിന്നിൽ നല്ല രീതിയിൽ ചെയ്യാം. കാരണം ഇനിയിപ്പം ഇത് എല്ലാം അപ്രൂവ് ചെയ്തതിന് ശേഷം അടുത്തത് വെസിറക്സിന് വീണ്ടും ഈ ഡിസ്പ്യൂട്ട് നടക്കുന്നതുകൊണ്ട് ഫണ്ട് തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ആരെങ്കിലും ഇത് റേസ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഡൽഹി ഹൈക്കോർട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഒരു കൈ മുന്നിലിടുന്ന പോലെ ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള എഗ്രിമെന്റ് 15 ദിവസത്തിനകം ഡൽഹി ഹൈക്കോർട്ടിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ഇത് വന്നിട്ടുണ്ട്. അത് എല്ലാ ആൾക്കാരെയും, മീൻസ് RBI ആണെങ്കിലും SEBI ആണെങ്കിലും എല്ലാവർക്കും CC വെച്ചിട്ടൊക്കെയാണ് അയച്ചേക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി അവിടെ നല്ല രീതിയിൽ ഡിസ്പ്യൂട്ട്സ് എല്ലാം പെട്ടെന്ന് സോൾവ് ചെയ്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വോട്ടിംഗ് യെസ് ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന അനുസരിച്ച്, നിശ്ചൽ പറയുന്ന അനുസരിച്ച് സെപ്റ്റംബർ ഒക്ടോബറിനുള്ളിൽ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോംസ് എല്ലാം റീയൂസ് ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോ വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. മേ ബി നിങ്ങൾക്ക് വീണ്ടും അതിനകത്ത് ട്രേഡ് ചെയ്യാനോ INR ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനോ വിഡ്രോ ചെയ്യാനൊക്കെ പറ്റുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. അതിനിടയിലാണ് ഇപ്പൊ ഈ ഒരു ഇഷ്യൂ വന്നത്. അപ്പം എന്താവും എന്ന് എനിക്കറിയില്ല. ബട്ട് ഡൽഹി ഹൈക്കോടതി ഈ ഒരു തീരുമാനത്തിലേക്ക്, ഈ ഒരു ഓർഡർ വളരെ നല്ലതാണ്. കാരണം എന്താണ് എഗ്രിമെന്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇത് ഇപ്പോഴും ഇവർ ട്രാൻസ്പെറൻസി ഇല്ലാണ്ട് ഇവർ തമ്മിൽ ഓൺ ഗോയിങ് ഡിസ്പ്യൂട്ട് എന്ന് മാത്രമേ പറയുള്ളൂ. എന്താണ് ഡിസ്പ്യൂട്ട് നമുക്കറിയില്ല. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഡൽഹി ഹൈക്കോർട്ട് ഉത്തരവിട്ടേക്കണം. സോ 15 ദിവസം, അത് ഈ മാസം 26-ാം തീയതി കൂടി ആ സാധനം സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിന് ശേഷം അറിയാം എന്താണ് ഇവർ തമ്മിലുള്ള എഗ്രിമെന്റ് എന്നൊക്കെ. അതിനു മുൻപ് ഇപ്പം ഇതിന്റെ റിസൾട്ട്, വോട്ടിങ്ങിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് വെസറിക്സ് പുറത്തു വിടും. അതിനുശേഷം സിംഗപ്പൂർ കോർട്ടിലേക്ക് വീണ്ടും പോകും. അവരത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം വരുമെന്ന് പ്രതീക്ഷിക്കാം. അത്രേ പറയാൻ പറ്റുള്ളൂ. സോ ഇങ്ങനത്തെ 2 അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. വേറെ നല്ലൊരു വീഡിയോ ആയിട്ടായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.